അസ്സലാമു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഹെൽത്തിയും റിഫ്രഷിങ്ങുമായ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ ഒരു വലിയ ക്യുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് വൃത്തിയാക്കി ചെറിയ പീസായി അരിഞ്ഞ് നമുക്ക് എടുക്കാം. അതിൻ്റെ സ്കിന്നൊക്കെ നീക്കം ചെയ്ത് നമുക്ക് ചെറിയ പീസായി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. തീരെ ചെറുതായി കട്ട് ചെയ്യണമെന്നില്ല. ഒരു മീഡിയം ടൈപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു മണിക്കൂർ കുതിർത്തി വെച്ച കുറച്ച് കാഷ്യൂസും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു പിടി പുതിനയില കൂടി ചേർക്കുന്നുണ്ട്. കൂടുതൽ സ്വാദിനും റിഫ്രഷിങ്ങും ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് കൂടുതൽ പുതിനയില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് വലിയ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ജ്യൂസായി കിട്ടാൻ ആവശ്യമായ കുറച്ച് തണുത്ത പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് പാൽ ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കൂടുതൽ പാൽ ചേർത്താൽ അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യത്തിന് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി പാൽ കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലൂസിൽ ജ്യൂസ് ഉണ്ടാക്കി എടുക്കാം. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. തണുപ്പിനാവശ്യമായ ഐസ് ക്യൂബ്സും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഏറെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ഈ ക്യുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ടും ഒന്നുണ്ടാക്കി നോക്കണം. പൊള്ളുന്ന വേനൽ ചൂടിൽ വയറും മനസ്സും തണുക്കാൻ ഏറെ ഉത്തമമായ നമ്മുടെ ഈ ജ്യൂസ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ച കുറച്ച് കസ്കസ് കൂടി ചേർക്കുന്നുണ്ട്. നോമ്പ് തുറ സമയത്തൊക്കെ നമുക്ക് ഈ ജ്യൂസ് വളരെ ഉത്തമമാണ്. കൂടുതലായും ക്യുക്കുംബർ നമ്മൾ സലാഡിനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ബദാം നട്ട്സൊക്കെ നമ്മൾ കുതിർത്തി ഇതിലേക്ക് ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കും ഒക്കെ വളരെ ടേസ്റ്റിയായിട്ട് കുടിച്ചുകൊള്ളും. ഇതിൽ വെറൈറ്റി സ്വാദ് നൽകുന്നത് നമ്മുടെ പുതിനയിലയാണ്. പുതിനയില കുറച്ച് കൂടുതൽ ചേർത്താൽ നമുക്ക് നന്നായിരിക്കും. ക്യുക്കുംബർ വെറുതെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതേപോലെ ജ്യൂസാക്കി കുടിക്കുന്നത് നന്നായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.